മഹാനായ മുഹമ്മദ് ബിൻ സുലൈമാൻ ജസൂലി തങ്ങൾ എന്ന വലിയൊരു പണ്ഡിതനുണ്ട്. ഒരു വനാന്തരത്തിന്റെ അകത്തളത്തിലൂടെ അദ്ദേഹവും ശിഷ്യന്മാരും കൂടി ഇങ്ങനെ നടന്നു പോകുവാണ്. ഒരുപാട് ഖസീദത്തുൽ ബുർദയുടെ മജ്ലിസിൽ ഞാൻ പറഞ്ഞ സംഭവമാണ്. മഹാനായ മുഹമ്മദ് ബിൻ സുലൈമാൻ ജസൂലി തങ്ങൾ എന്ന വലിയ പണ്ഡിതനും കുറെ ശിഷ്യന്മാരും കൂടി നടന്നു ഇങ്ങനെ പോകുന്നു. ഒരു വനാന്തരത്തിന്റെ മധ്യമെത്തിയപ്പോൾ ദുഹറിന്റെ ടൈമായി. നിസ്കരിക്കണമെങ്കിൽ എന്ത് വേണം? നിസ്കരിക്കണമെങ്കിൽ എന്ത് വേണം? വെള്ളം വേണം. വെള്ളം വേണമെങ്കിൽ എന്ത് വേണം? കിണറിൽ വെള്ളം വേണ്ടേ? ഈ കാടിന്റെ നടുക്ക് ശിഷ്യന്മാരോട് അദ്ദേഹം പറഞ്ഞു, മക്കളെ, നിങ്ങൾ ഈ കാട്ടിൽ എവിടെയെങ്കിലും വെള്ളം കൊണ്ടുപോകണം, നോക്കി വരാവോ? നാനാഭാഗങ്ങളിലും അന്വേഷിക്കാൻ പോയി. അവസാനം നോക്കുമ്പോൾ അകത്തളത്തിൽ വെള്ളം കണ്ടെത്തി. ഒരു വലിയ അഗാധതയിൽ ജലം കിടക്കുന്നു. കോരിയെടുക്കാൻ ഒരു നിർവാഹവുമില്ല. മഹാന്മാറുകളും ശിഷ്യന്മാരും ഇങ്ങനെ കുറെ ആലോചിച്ച് എങ്ങനെ ഇപ്പൊ വെള്ളം കോരിയെടുക്കുക? മേൽപോട്ട് വെള്ളം എടുക്കണമല്ലോ, ഒതുകൊടുക്കണമല്ലോ. വെള്ളം ഇവിടെ ഓൾറെഡി ഉള്ളപ്പോ നമ്മൾ തേമം ചെയ്താൽ ശരിയാവൂലല്ലോ. അത് കോരിയെടുക്കാൻ വല്ല മാർഗങ്ങളും ഉണ്ടോ എന്ന് ഇങ്ങനെ ആലോചിച്ച് ചിന്തയിലായി നിൽക്കുമ്പോൾ ഒരു കുഞ്ഞു മോള് വരുന്നു. ഒരു ചെറിയ മോള് വരുന്നു. അവളുടെ കയ്യിലാണെങ്കിലോ ഒരു നല്ല കുടമുണ്ട്, പാത്രമുണ്ട്, ഒക്കത്തിങ്ങനെ ചേർത്ത് വെച്ചിരിക്കുന്ന പാത്രം. ആ പാത്രവുമായി മെല്ലെ മെല്ലെ ഒരു കുഞ്ഞു ബാലിക നടന്ന് ഈ കിണറ്റിന്റെ അടുത്തേക്ക് വരികയാണ്. അപ്പൊ തന്നെ സുലൈമാൻ ജസൂലി തങ്ങൾക്ക് തോന്നി, ഇവിടേക്ക് ഈ കുട്ടി വരുന്നത് വെള്ളം കോരാൻ തന്നെയാണ്. അപ്പൊ എങ്ങനെയാണ് ഈ കുട്ടി വെള്ളം കോരുക? അത് നമുക്ക് കാണണമല്ലോ. നമ്മളിപ്പോ എങ്ങനെ വെള്ളം കോരുമെന്ന് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പൊ ഈ കുഞ്ഞുമോൾ അങ്ങനെ വെള്ളം കോരും, അത് നമുക്ക് കാണണമല്ലോ. എന്നാൽ അവളെ സഹായം കൊണ്ട് നമുക്ക് വെള്ളം കോരി ഒതുക്കാവല്ലോ എന്നിങ്ങനെ ആലോചിച്ചു നിൽക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ചെറിയ കുഞ്ഞു ബാലിക വന്ന് കിണറ്റിന്റെ ചാരത്തിങ്ങനെ നിൽക്കുകയാണ്. നിന്നിട്ടോ എന്തൊക്കെയോ ഇങ്ങനെ ചൊല്ലിയിട്ട് ആ കിണറ്റിലേക്ക് തുപ്പിയപ്പോഴോ വെള്ളം, അഗാധതയിൽ കിടന്ന വെള്ളം പൊങ്ങി 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 മുകളിലോട്ട് വരുന്നു. കയ്യെത്തും ദൂരത്തെത്തി വെള്ളം. കുഞ്ഞുമോളുടെ കയ്യെത്തും ദൂരത്ത് വെള്ളമെത്തിയപ്പോൾ തന്റെ ഒക്കത്ത് ചേർത്ത് വെച്ചിരുന്ന പാത്രമാണ് വെള്ളം അനായാസേന, ഒരു പ്രയാസവും ഇല്ലാതെ ആയാസരഹിതമായി ഒരു ഡിഫിക്കൽട്ടും കൂടാതെ വെള്ളം കോരി ഒക്കത്ത് വെച്ച് തിരിച്ചു ഇങ്ങനെ നടന്നു പോവുക. വെള്ളം താണം പോയി. മുഹമ്മദ് ബിൻ സുലൈമാൻ ജസൂലി തങ്ങൾ എന്ന വലിയ സൂഫിയായ, വലിയ പണ്ഡിതൻ, വലിയ ആലിമായ, ആബിദായ, നൂറുകണക്കിനായിരക്കണക്കിന് ശിഷ്യന്മാരുള്ള വലിയ പണ്ഡിതൻ അവിടുന്ന് ഈ രംഗം കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. നടന്ന് തിരിഞ്ഞു പോയ കുഞ്ഞുമോളുടെ ചാരത്ത് ചെന്നിട്ട് പൊന്നുമോളെ പിടിച്ച് തിരിച്ചു ചോദിച്ചു, അല്ല മോളാരാ? പറയൂ മോളെ, പറയൂ നീ മാലാഖയാണോ? പറയൂ മോളെ, പറയൂ നീ മാലാഖയാണോ? ജിന്നു വിഭാഗത്തിൽ താകുട്ടിയാണോ? ജിന്നു വിഭാഗത്തിൽ താകുട്ടിയാണോ? അത്ഭുതം ഞാൻ കണ്ടുപോയി, അത്ഭുതം ഞാൻ കണ്ടുപോയി. എവിടെ നിന്ന് വരുന്ന മോളെ ചൊല്ലിടാനോ നീ? എവിടെ നിന്ന് വരുന്ന മോളെ ചൊല്ലിടോ നീ? ആരാണ് കുഞ്ഞുമോളെ നീ? ആരാണ് കുഞ്ഞുമോളെ നീ? ആകാശലോകങ്ങൾ കടന്നു വന്നൊരു മാലാഖയാണോ? അതല്ല, അതിഘോരമായ വനാന്തരത്തിന്റെ അകത്തളത്തിൽ താമസിക്കുന്ന ഏതെങ്കിലും ഒരു ജിന്നിന്റെ മകളാണോ? ആരാമോളെ, ആരാമോളെ? കുഞ്ഞുമോള് പറഞ്ഞു, മുഹമ്മദ് ബിൻ സുലൈമാൻ ജസൂലി തങ്ങളെ, ആകാശലോകങ്ങൾ കടന്നു വന്നൊരു മാലാഖയല്ല ഞാൻ. അതിഘോരമായ വനാന്തരത്തിന്റെ അകത്തളത്തിൽ താമസിക്കുന്ന ഏതെങ്കിലും ഒരു ജിന്നിന്റെ മകളുമല്ല ഞാൻ. ഈ കാണുന്ന പ്രവിശാലമായ താഴ്വാരങ്ങൾ കണ്ടുവോ? ഈ താഴ്വാരങ്ങളിലൂടെ ആട്ടിൻപറ്റങ്ങൾ മേഞ്ഞു നടക്കുന്നത് കണ്ടുവോ? ആട്ടിൻപറ്റങ്ങളെ നിയന്ത്രിക്കുന്ന, ആട്ടിൻകൂട്ടങ്ങളെ നയിച്ചു നടക്കുന്നൊരു പാവപ്പെട്ട ആട്ടിടയന്റെ മകളാണ് ഞാൻ. മുഹമ്മദ്
മുഹമ്മദ് ബിൻ സുലൈമാനുൽ ജസൂലി തങ്ങൾ സ്തബ്ധനായി പോയി, അത്ഭുതപ്പെട്ടു പോയി, ആശ്ചര്യഭരിതനായി ചോദിച്ചു, അല്ല അല്ല പൊന്നുമോൾ എന്ത് ചൊല്ലിയിട്ട അഗാധതയെന്ന് വെള്ളം മുകളിലോട്ട് കൊണ്ടുവന്നത്? എന്തു പറഞ്ഞിട്ടാണ് എന്റെ പൊന്നുമോള് അഗാധതയിൽ നിന്നും ജലം മുകളിലേക്ക് എത്തിച്ചത്? എന്തു പറഞ്ഞിട്ടാണ് എന്റെ പൊന്നുമോൾ ഈ വെള്ളം കോരിയെടുത്തത്? മുഹമ്മദ് ബിൻ സുലൈമാനുൽ ജസൂലി തങ്ങളോട് കുഞ്ഞുമോള് പറഞ്ഞു, ആ കാണുന്ന ആകാശം കണ്ടോ, ഈ കാണുന്ന ഭൂമി കണ്ടോ, ഈ കാണുന്ന പ്രപഞ്ചം മുഴുവനും കണ്ടോ? ഇത് മുഴുവനും സൃഷ്ടിക്കാൻ കാരണക്കാരനായൊരു നേതാവുണ്ട്. അകലെ അകലെ മദീനയുടെ മലർവനിയിൽ വിശ്രമിക്കുന്ന നേതാവ്. മരത്തോട് ചോദിച്ച റസൂലുള്ളാഹിനെ അറിയുന്ന, മണ്ണുകളോട് ചോദിച്ച റസൂലുള്ളാഹിനെ അറിയുന്ന, ഈ കാണുന്ന പ്രപഞ്ചത്തിലെ എല്ലാത്തിനോടും ചോദിക്കൂ, അറിയോ ഹബീബിനെ? അലയടിക്കുന്ന സാഗരങ്ങളോട് ചോദിക്കൂ, ജനങ്ങളെ റസൂലുള്ളാഹിനെ അറിയുമോന്ന്? ആകാശലോകത്തോട് തൊട്ടൊരുങ്ങി നിന്ന് കിന്നാരം പറയുന്ന പടുകൂട്ടൻ പർവ്വതക്കെട്ടുകളോട് ചോദിക്കൂ, ജനങ്ങളെ റസൂലുള്ളാഹിനെ അറിയുമോന്ന്? നീലാകാശത്തിന്റെ അന്തരസീമയിലൂടെ പാറിപ്പറന്നു പോകുന്ന പറവകളോട് ചോദിക്കൂ, ജനങ്ങളെ പറവകളെ നിങ്ങൾക്ക് മദീനയിലെ നേതാവിനെ അറിയുമോ എന്ന്? ഇങ്ങനെ പ്രപഞ്ചത്തിൽ എന്തെല്ലാമുണ്ടോ, ഒരു വലിയ പൂങ്കാവനത്തിൽ നിറസമൃദ്ധങ്ങളായി പരിമള സമ്പന്നങ്ങളായി വിടർന്നു നിൽക്കുന്ന പുഷ്കലമായി പരിലസിച്ചു നിൽക്കുന്ന സൂനങ്ങളോട് പൂവുകളോട് ചോദിക്കൂ, ഓ പുഷ്പവർണ്ണങ്ങളെ നിങ്ങൾക്ക് അറിയുമോ ഹബീബിനെ? ഈ കാണുന്ന പെടസ്ഥലിനോട് ചോദിക്കൂ, അറിയുമോ റസൂലുള്ളാഹിനെ? ഹമേ ഖുദ് ജാനത്തെ ഹൈ ഹമാരാ ആഖായെ നാമദാർ താജ്ദാർ മദീന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അറിയാം ഞങ്ങളെ പടയ്ക്കാൻ കാരണമായ നേതാവിനെ ഞങ്ങൾക്കറിയാം, ഞങ്ങളെ പടയ്ക്കാൻ കാരണമായ ഹബീബിനെ ഞങ്ങൾക്കറിയാം. അവകളുടെ ഭാഷ, ലാംഗ്വേജ് നമുക്ക് മനസ്സിലാകുമായിരുന്നെങ്കിൽ അവകളെല്ലാം നമ്മളോട് ഇത് പറയുന്നത് നമുക്ക് കേൾക്കാമായിരുന്നു. അപ്പോൾ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഫബുശ്റാ ലിമൻ സല്ലാ അലാ ഖൈരി മുർസലീൻ ബിഫൗസിൻ നദീമിൻ ഫി ദുനാ തമ്മ ഫിൽ ഹസരി. ശൈഖ് ഹസൻ സദ്ദാദ് ഒരുപാട് തവണ റസൂലുള്ളാഹിനെ സ്വപ്നം കണ്ടയാളാണ്. അവിടുന്ന് സ്വലാത്തു സലാമുകൾ ചൊല്ലുന്ന ആളുകളെ, നിങ്ങൾക്ക് മംഗളം, നിങ്ങൾക്ക് സ്വാഗതം, നിങ്ങൾക്ക് മർഹബാ.